ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും പാർട്ടാണിത്. നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ്റെ കാരണങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ കോഴ്സ് ഓഫ് റവല്യൂഷൻ, ലിബറൽസിൻ്റെ 1789 മുതൽ 1781 വരെ നാഷണൽ കൺവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞത്. ഇനി പ്രധാനമായിട്ട് ഉള്ള സമയം, അതായത് ആദ്യത്തെ ഒരു സമയം ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ തേർഡ് എസ്റ്റേറ്റിലെ ആളുകൾ ആണെങ്കിൽ കൂടി അതിലെ തന്നെ ഒരു എലീറ്റ് പക്ഷമാണ് ഭരണത്തിലുണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ലിബറൽ ആയിട്ടുള്ള ഐഡിയാസ്, അതുപോലെ തന്നെ ട്രേഡിനെ എങ്ങനെ ആക്സലറേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ജനാധിപത്യം എങ്ങനെ കൊണ്ടുവരാം, അത്തരത്തിലുള്ള ധാരണകളിലും അതിനും വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള ആൾക്കാരെ, ഉദാഹരണത്തിന് പെസൻസ്, അതുപോലെ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഒക്കെ, അവർക്കും ഇതുപോലെ തന്നെ വളരെ എൻലൈറ്റ്മെന്റിന്റെ ഒക്കെ ഐഡിയാസ് വളരെയധികം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ വിപ്ലവം നയിച്ചത്. എന്നാൽ അവരുടെ പ്രശ്നങ്ങൾ, അതായത് ഭക്ഷണത്തിനുള്ള വില, മറ്റ് ഭൂമി കർഷകർക്ക് കിട്ടുന്നത്, അവരുടെ നിത്യ വൃത്തിക്കുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ വേണ്ട രീതിയിൽ എന്താ പറയുക അഡ്രസ് ചെയ്തിട്ടില്ല എന്ന ഒരു തോന്നല് താഴേക്കിടയിൽ, ഫ്രഞ്ച് ജനതയിലെ താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് തോന്നി. ഓക്കെ, അവർ കൂടുതൽ റാഡിക്കലാവുകയും അവർക്ക് ഈ ഭരണം പിടിച്ചെടുക്കാനും പിന്നീട് അവർ നടത്തുന്ന ചില മോർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ട്. അത് നമ്മൾ പൊതുവെ റാഡിക്കൽ പാർട്ട് എന്നൊക്കെയാണ് പറയാറ്. അതായത് ആദ്യത്തെ ലിബറൽ ആയിട്ടുള്ള ഒരു സ്റ്റേജും അടുത്തത് റാഡിക്കൽ ആയിട്ടുള്ള സ്റ്റേജും. ഓക്കെ, അപ്പോൾ റാഡിക്കൽ ആയിട്ടുള്ള സ്റ്റേജിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതായത് താഴേക്കിടയിലുള്ള ജനങ്ങളിലെ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇവർ അഡ്രസ് ചെയ്യുന്നില്ല. ഈവൻ മൊണാർക്കിയുടെ റെസ്പെക്ട് വളരെയധികം ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ കൂടി ഏകദേശം അതേപോലൊക്കെ തന്നെയുള്ള ഒരു ഭരണമാണ് പുതിയ ഈ ലിബറൽ ആയിട്ടുള്ള ആൾക്കാരുടെ എന്നുള്ള തോന്നൽ ഇവർക്കുണ്ടായി. ഓക്കെ, ഇത് ഒരു കാരണമാണ്. അതേപോലെ തന്നെ ഈ മൊണാർക്കിന്റെ ഒരു കാരണം, മൊണാർക്ക് ഈവൻ അദ്ദേഹം ഈ പറഞ്ഞ കമ്മിറ്റിക്ക്, നാഷണൽ അസംബ്ലിക്ക് വഴങ്ങുന്നുണ്ടെങ്കിൽ കൂടി അദ്ദേഹം ഒരു മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ടാണ് ഇതിനൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മിറാബോ പോലെയുള്ള ഒരു അരിസ്റ്റോക്രാറ്റ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇദ്ദേഹവുമായിട്ട് സംബന്ധിച്ച് ആശയവിനിമയം നടത്തി അദ്ദേഹത്തിൻ്റെ ഒരു മീഡിയേഷനിലാണ് ഈ രാജാവ് കാര്യങ്ങൾ സംബന്ധിച്ചിരുന്നത്. ഓക്കെ, പല കാര്യങ്ങളിലും അദ്ദേഹം വളരെ എന്താ പറയുക സ്റ്റബോണായിട്ട് ഈ നാഷണൽ അസംബ്ലിക്ക് എതിരെ നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഇതൊരു മനസ്സില്ലാ മനസ്സോടെയാണ് ഈ മൊണാർക്ക് പെരുമാറുന്നത് എന്നുള്ളത്. ഓക്കെ, അതിനുശേഷം മൂന്നാമത്തെ ഒരു കാരണം ഒരു ഫ്രഞ്ചിന്റെ ഇന്റേണൽ റീസൺ അല്ല, പുറത്ത് മറ്റുള്ള മൊണാർക്കിയൽ ആയിട്ടുള്ള രാജ്യങ്ങൾ ഫ്രാൻസിനെ ഏത് സമയവും ആക്രമിക്കാമെന്നും ഇവർ ജീവൻ തന്നെ കൊടുത്ത് ഉണ്ടാക്കിയ റവല്യൂഷൻ അവർ അട്ടിമറിക്കുന്നു, ഒരു കൗണ്ടർ റവല്യൂഷൻ ഉണ്ടാവും എന്നുള്ള ഒരു ഭയം ഫ്രാൻസിലെ ജനങ്ങൾക്ക് ഉണ്ടായി. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ കൂടുതൽ വർക്കേഴ്സ്, അതുപോലെ തന്നെ താഴേക്കിടയിലുള്ള ജനങ്ങളുടെ ഒരു ക്ലബായിട്ടുള്ള ജാക്കോബിയൻസ് നാഷണൽ കൺവെൻഷന്റെ ഭാഗമാവുന്നത്. ഓക്കെ, ഈ നേരത്തെ ഉണ്ടാക്കിയ ഭരണഘടന ഒരു സമയത്തും പ്രാവർത്തികമായില്ല കേട്ടോ. അതിനുശേഷം ഇപ്പൊ യുദ്ധത്തിന്റെ ഒരു സമയമായതുകൊണ്ട് ആ ഭരണഘടന മാറ്റിവെച്ച് പുതിയൊരു ഭരണഘടനയ്ക്ക് നാഷണൽ കൺവെൻഷൻ ചേരുകയുണ്ടായി. അവരാണ് ഈ പറഞ്ഞ ജാക്കോബിയൻസിന്റെ ഭൂരിപക്ഷത്തിലുള്ള ഒരു കമ്മിറ്റിയാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ കൗണ്ടർ റെവല്യൂഷനെ നേരിടാനും, അതുപോലെ തന്നെ യുദ്ധ സമാനമായിട്ടുള്ള രീതികൾ അതിനു വേണ്ടിയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാനും ഈ നാഷണൽ കൺവെൻഷൻ എന്നൊരു 12 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. അവരുടെ പേരാണ് കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി. ഈ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റിയിലെ ആദ്യത്തെ ലീഡർ ഡാൻറ്റോൺ ആയിരുന്നു. അതിനുശേഷം റോബസ്പിയർ. ഓക്കെ, ഇവർ നടത്തിയ കൂട്ടക്കൊലകൾ, അതായത്
കൊലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഗില്ലറ്റിൻ ആണ്. അതായത് ഒരു റെവല്യൂഷണറി ട്രിബ്യൂണൽ ഉണ്ട്. ആ ട്രിബ്യൂണലിൽ ഒരു ട്രയൽ നടക്കും. അതിനുശേഷം അവരെ തൂക്കിക്കൊല്ലും, സോറി ഗില്ലറ്റിൻ ചെയ്യും. ഓക്കെ, ഈ ഗില്ലറ്റിൻ ചെയ്യുന്ന ആൾക്കാരെ ആദ്യം ഈ റോയൽ ആയിട്ടുള്ള ആൾക്കാരുടെ ലോയലിസ്റ്റുകളായിരുന്നെങ്കിൽ പിന്നീട് റവല്യൂഷൻ നടത്തിയതിൽ തന്നെ ഒരല്പം മോഡറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇവർ വധിക്കാൻ പോയത്. ഉദാഹരണത്തിന് മിറാബോ, അതുപോലെ അങ്ങനെയുള്ള പല ആൾക്കാരെയും ഇവർ ഗില്ലറ്റിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫീമെയിൽ സിറ്റിസൺ എന്നറിയപ്പെടുന്ന ഒളിമ്പിയ ഡെ ഗുഗോസ് അവരെന്നെ, അതുപോലെ തന്നെ മേഡം റോളൻഡിനെ ഒക്കെ ഇവർ ഗില്ലറ്റിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി വെക്കാം. മിലിറ്ററി സക്സസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തന്നെ ഡൊമസ്റ്റിക്കലി ഈ കൗണ്ടർ റെവല്യൂഷനും അതിനെതിരെയുള്ള പബ്ലിക് സേഫ്റ്റിയുടെ റിയാക്ഷനും വലിയ കെയോസ് ഒക്കെ ഫ്രാൻസിൽ ഉണ്ടാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാളെ വധിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ചെയ്ത തെറ്റെന്താണെന്ന് ഉള്ളത് പോലും ആർക്കും മനസ്സിലാവുന്നില്ല. ഇവരെ സംബന്ധിച്ചോളം അവർ കുറച്ചുകൂടി കുറവ് റെവല്യൂഷണറി, രാജാവിന് ഒപ്പം നിൽക്കുന്ന ആൾക്കാരല്ലേ വധിക്കുന്നത്. വിപ്ലവത്തില് ആദ്യത്തെ സമയത്ത് വിപ്ലവം നയിച്ചിരുന്ന ആൾക്കാരെ വരെ ഇവർ വധിക്കുകയാണ്. കാരണം അവർക്ക് കുറച്ച് കുറവ് വിപ്ലവമാണ് ഉള്ളത്. ഏറ്റവും റാഡിക്കൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു റീൻ മാത്രം മതി എന്നുള്ള രീതിയിൽ. ഓക്കെ, Danton and his Jacobean political party became dominant in French politics. Committee of Public Safety, headed by Danton, later Robespierre. Those accused of treason were tried by the Committee Revolutionary Tribunal. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. അപ്രോക്സിമേറ്റ്ലി 15,000 പീപ്പിൾ ഡൈഡ് ഓൺ ഗില്ലറ്റിൻ. ചില സ്ഥലങ്ങളിൽ ഇതിലും കൂടുതലാണ് പറയുന്നത്, 40,000 ഒക്കെ പറയുന്നുണ്ട്. ആ കൗണ്ടൊന്നും വരില്ല നമുക്ക്. Guillotine became known as a national racer, including innovative thinkers like Olympe de Gouges and Madame Jean Roland. ഇത് റോളണ്ട് ആണ്, ഒരു പെയിന്റിംഗ് ആണ്. റോയർ എന്ന് പറഞ്ഞ വ്യക്തി ചെയ്ത പെയിന്റിംഗ് ആണ്. മേഡം റോളണ്ട് ഓൺ ദ വേ ടു ഹെർ എക്സിക്യൂഷൻ. റോളണ്ടിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് അബോളിഷ്മെന്റ് ഓഫ് മൊണാർക്കി. ഇത് ഈ റീൻ ഓഫ് ടെററിൽ ആ സമയത്ത് തന്നെയാണ് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആദ്യത്തെ 1789 മുതൽ 1791 വരെയുള്ള സമയത്തെ ആദ്യത്തെ റെവല്യൂഷന്റെ സ്റ്റേജിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ് വിഭാവനം ചെയ്തത്. അതായത് രാജാവ് ഉണ്ടായിരിക്കും, വളരെ പരിമിതമായ അധികാരങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടാവുക. അദ്ദേഹത്തിന് വേണ്ടി ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമങ്ങൾ ഉണ്ടാക്കുകയും രാജാവ് അത് അംഗീകരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ആ സമയത്ത് ബ്രിട്ടനിൽ ഉണ്ടായിരുന്ന ഒരു സെയിം പൊളിറ്റിയാണ് ഇവർ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ ജാക്കോബിയൻസ് പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ഇത് ലിബറൽ ആയിട്ടുള്ള ഈ ജിറോണ്ടിൻസിനെ പൊളിറ്റിക്സും ജാക്കോബിയന്റെ പൊളിറ്റിക്സും വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ ഇവര് വേറൊരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ 1789 ഫസ്റ്റ് സ്റ്റേജില് ജിറോണ്ടിൻസ് ഈ നാഷണൽ അസംബ്ലിയിലുള്ളപ്പോൾ തന്നെ അവരുടെ പോപ്പുലാരിറ്റി ഒട്ടും അത്ര ഗംഭീരമായിരുന്നില്ല. കാരണം അറിയാലോ, അതായത് ഈ പെസൻസിന്, അതുപോലെ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന്, താഴെക്കടയുള്ള പെറ്റി ബൂർഷാസ്, അതായത് ഈ പ്രിന്റ് ഓണേഴ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷോപ്പുകൾ നടത്തുന്ന ആൾക്കാർ, ഇവരൊന്നും ഇഷ്യൂസ് അവർ അഡ്രസ്സ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ ജാക്കോബിയൻസിന് കൂടുതൽ ജനസമ്മതി കിട്ടാനും അവർ നാഷൻ കൺവെൻഷനിൽ വരാനും പിന്നീട് അവരുടെ ഐഡിയോളജി കൂടുതൽ പോപ്പുലറൈസ് ആവാനും ഡോമിനന്റ് ആവാനും തുടങ്ങിയത്. ഓക്കെ, ആ ഒരു കാരണം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി അബോളിഷ്മെന്റ് ഓഫ് മൊണാർക്കിയുടെ കാര്യമാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് മനസ്സോടെയുള്ള ഇദ്ദേഹത്തിന്റെ പെരുമാറ്റവും വേറൊരു വലിയൊരു ഭയം, മറ്റുള്ള എല്ലാ ആൾക്കാരും കൂടി രാജാവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വീണ്ടും ഒരു മൊണാർക്കി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആസ് ലോങ് ആസ് റോയൽ ഫാമിലി ലിവ്ഡ് ദ മൊണാർക്കി കുഡ് ബി റിസ്റ്റോർഡ്. പുട്ട് ദ റോയൽ കപ്പിൾ ഓൺ ട്രയൽ ഫോർ ട്രീസൺ. കൺവിക്ഷൻസ് വേർ ഫോർഗോൺ കൺക്ലൂഷൻ. അതായത് ട്രയലൊക്കെ എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. റെവല്യൂഷൻ എന്തിനാണ് ഉണ്ടായത്? റെവല്യൂഷൻ ഉണ്ടായത് ഇൻഡിവിജ്വൽ ലിബർട്ടിക്കാണ്, സമത്വത്തിനാണ്, റൂൾ ഓഫ് ലോ വരാനാണ്. എന്നാൽ ഈ റീൻ ഓഫ് ടെററിന്റെ സമയത്ത് എന്താണ് ഉണ്ടാവുന്നത്? ഇതിൻ്റെയൊക്കെ റിവേഴ്സലാണ് സംഭവിക്കുന്നത്.
നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഒരു ജനാധിപത്യ രാജ്യത്തിന് വേണ്ടി, വ്യക്തിഗത സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ആശയ പ്രകാശനത്തിന് വേണ്ടി, ഇതിനൊക്കെയല്ലേ റെവല്യൂഷൻ നടത്തിയത്. എന്നാൽ ഈ സമയത്ത് ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു അതോറിറ്റേറ്റീവ് റെജീം ഈ റീൻ ഓഫ് ടെററിന്റെ സമയത്ത് കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി വഴി നടത്തുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി അത് സംഭവിക്കുന്നത്, റവല്യൂഷൻ എന്തിനാണോ വന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സമയത്ത് നടക്കുന്നത്. ഓക്കെ, ലൂയി 16 വാസ് ഗില്ലറ്റിംഗ് ഓൺ 21st January 1793. Mary Antoinette was guillotined on October 16, 1793. Daughter Mary Teresa was allowed to go to Vienna. അവർക്ക് ഇവരുടെ നിയമം അനുസരിച്ച് സ്ത്രീകൾ രാജ്ഞിയാവാൻ സാധ്യതയില്ല, അതുകൊണ്ട് മാത്രമാണ് അവരെ വെറുതെ വിട്ടത്. ഇവരുടെ മകനുണ്ട് ലൂയിസ് ചാൾസ്. ലൂയിസ് 17 lived 1785 to 1795, was beaten and mistreated until he died in prison. എൻഡ് ഓഫ് ദ റീൻ ഓഫ് ടെറർ. ഓക്കെ, ഈ കാലത്തിലും, അതായത് ഇവരുടെ ജോർജസ് ഡാൻറ്റോന്റെയും മാക്സിമിലിയൻ റോബസ്പിയറിന്റെ സമയം അധികം നാൾ നീണ്ടു നിന്നില്ല. Members of the Girondist political party tried to end reign of the terror initiated by Jacobin political party. This opposition committee of public safety caused many Girondists to be tried and executed for treason. Eventually, even George Danton wanted to end the execution. This resulted in Danton being tried and executed for the treason. See, ഡാൻറ്റൺ ആയിരുന്നു ആദ്യത്തെ പബ്ലിക് സേഫ്റ്റി കമ്മിറ്റിയുടെ ലീഡർ. ഇദ്ദേഹം ഈ കാണിക്കുന്ന ഈ എക്സിക്യൂഷൻ, ആൾക്കാരെ കൊല്ലുന്നതും ഈ രീതി കണ്ടിട്ട് അദ്ദേഹം അവസാനം അതിനു വേണ്ടിയിട്ട് വാദിച്ചു, ഇത് നിർത്താൻ വേണ്ടി വാദിച്ചു. അപ്പൊ അദ്ദേഹത്തിന് എന്താക്കി, കൗണ്ടർ റവല്യൂഷണറിസ്റ്റ് ആക്കി, ട്രീസൺ പേരിൽ ഇദ്ദേഹത്തിനെയും കൂടി വധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതേ വിധി തന്നെയാണ് മാക്സിമിലിയൻ റോബസ്പിയറിനും വരുന്നത്. ഒരു തെർമിഡോറിയൻ റിയാക്ഷൻ എന്ന് പറയും. ഇത് ഒന്ന് പഠിച്ചിട്ടോ, ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ. തെർമിഡോറിയൻ റിയാക്ഷൻ, ഇതാണ് ആ റീൻ ഓഫ് ടെറർ എൻഡ് ചെയ്ത ഈ ഗ്രൂപ്പിന് പറയുന്ന പേര്. ജിറോണ്ടിസ്റ്റുകളാണ് ഇത് ചെയ്തത്. തെർമിഡോറിയൻ എന്നുള്ള പേര് ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ സമയത്ത് ഒരു പുതിയ സീസണോ അവരുടെ മാസത്തിൻ്റെയോ പേരാണത്. ആ സമയത്ത് നടന്നുകൊണ്ടാണ് ഈ തെർമിഡോറിയൻ റിയാക്ഷൻ എന്ന് പേരുള്ളത്. ചിലപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഇത് ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണെന്നോ മറ്റോ ചോദ്യം വരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ഓക്കെ, കൺവെൻഷൻ സെൻഡ് റോബസ്പിയർ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി ടു ദ ഗില്ലറ്റിംഗ്. റോബസ്പിയർ വാസ് ഗില്ലറ്റിൻഡ് ഓൺ July 28, 1794. ഈ സമയത്ത് റീൻ ഓഫ് ടെറർ എൻഡ് ചെയ്തതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ഇത് രാജാവിൻ്റെയും രാജ്ഞിയുടെയും ഒരു സ്മാരകമാണ്. ഇപ്പോൾ നോക്കൂ, നമ്മൾ പറയുന്നുണ്ടല്ലോ ഈ റവല്യൂഷൻ രാജാവിന് രാജ്ഞിനും ഒരു വലിയ ശത്രു പക്ഷത്ത് നിർത്തിയിട്ടാണ് നമ്മൾ ഹിസ്റ്റോറിയോഗ്രാഫി പറയുന്നത്. എന്നാൽ ഇവരുടെ ലോയലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ അവിടെയുണ്ട്. അവർ ഇവർക്ക് വേണ്ടി മെമ്മോറിയൽസ് ഉണ്ടാക്കുന്നു. ഇപ്പൊ ക്യൂവിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അന്റോണിയറ്റിനെ കുറിച്ച് ഒരുപാട് കഥകൾ നമുക്കറിയില്ല. ഇവര് ഇതൊക്കെ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. ഇപ്പോൾ സ്ത്രീകൾ ഭക്ഷണത്തിന് വേണ്ടി ചെന്നപ്പോൾ അവർക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചൂടെ, അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതൊന്നും യഥാർത്ഥത്തിൽ ആർക്കും അറിയില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞതായിട്ട് ചിത്രീകരിക്കുകയും അവരെ വലിയ എന്താ പറയാ, ഏറ്റവും വെറുക്കപ്പെട്ട ഒരു സ്ത്രീയായിട്ട് ഫ്രാൻസിലെ മാറ്റുകയും ചെയ്തു. സംഭവം ഇപ്പൊ നമ്മളൊരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ രാജ്ഞി രാജാവ് എന്നൊക്കെ പറയുന്നത് വളരെ ഒരു അത്ര എന്താ പറയാ, നമുക്കൊരു വാല്യൂ ഇല്ല അതിന്. പക്ഷെ ഇവര് ഈ അന്റോണിയറ്റിന്റെ 2-3 തലമുറകൾക്ക് മുമ്പ് എങ്ങനെയാണോ അവിടുത്തെ രാജ്ഞിമാർ ജീവിച്ചത്, അതേപോലെ തന്നെയാണ് ഇവർ ചെയ്തത്. ഇവർ കൂടുതലായിട്ട് എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, യെസ്, പല സമയത്തും ഇവര് നോബിൾസിന് വേണ്ടിയിട്ട് രാജാവിനോട് ഇടപെടുന്ന ഇതൊക്കെ സാധാരണ പതിവ് തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ രാജ്ഞിയായിട്ടിരിക്കുക, രാജാവായിട്ടിരിക്കുക, അന്നത്തെ കാലത്തെ ഒരു ഫ്യൂഡൽ സെറ്റപ്പിൽ അല്ലെങ്കിൽ രാജവാഴ്ചയുടെ സമയത്ത് എങ്ങനെയാണോ മറ്റു രാജാക്കന്മാരിരുന്നത് അതേപോലെ തന്നെയായിരുന്നു മേരി ആന്റോണിയറ്റ് ആയാലും ശരി, ലൂയി 16 ആയാലും ശരി. പക്ഷെ അവര് ജനിച്ച സമയം ഒട്ടും നല്ല സമയമല്ല. അന്തരീക്ഷം
ഈ എൻലൈറ്റൻമെന്റ് പ്രിൻസിപ്പളിന്റെയും അതുപോലെ തന്നെ ഇഗാലിറ്റേറിയൻ സൊസൈറ്റിയൊക്കെ ഉണ്ടായി വരാൻ വെമ്പി നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലാണ് ഇവർ ജനിച്ചത്. അതുകൊണ്ടാണ് ഇവര് അതൊരു ഇത്രയും മോശപ്പെട്ട് ആ സമൂഹത്തിൽ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ചിത്രീകരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൂടി ഈ പാവപ്പെട്ട കൃഷിക്കാര്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഇതില് കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ റിപ്പബ്ലിക്കൻ ആശയങ്ങളൊക്കെ വരുന്നതിൽ തന്നെ അവർക്ക് എല്ലാവർക്കും ഇതിനോട് അത്രയും വലിയ പ്രതിപത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ആ പഴയ നൊസ്റ്റാളജിക് ആയിട്ടുള്ള ലൈഫിൽ അവരുടെ ചർച്ച്, അതുപോലെ രാജാവ്, അങ്ങനെയൊക്കെയുള്ള ഒരു ലോയലിസ്റ്റുകളായിട്ടുള്ള ഒരു വലിയൊരു ജനവിഭാഗം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഈ റവല്യൂഷൻ ആൻഡ് കൗണ്ടർ റവല്യൂഷന്റെ ഒരു മാസ് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എല്ലാം വളരെ എന്താ പറയാ ലോഫ്റ്റി പ്രിൻസിപ്പിൾസ് ആണ്. ഇഗാലിറ്റേറിയൻ പ്രിൻസിപ്പിൾ, ഡെമോക്രസി. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരത്തില് ചേഞ്ച് വരുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നത്. ഈ കാര്യം കൂടി മനസ്സിലാക്കണം. ഇത് എല്ലാവരുടെയും ഐഡിയോളജി അല്ല. ഇത്തരത്തിലുള്ള ലോഫ്റ്റി പ്രിൻസിപ്പിൾസ്, ജനാധിപത്യം, ഈ പുതിയ പുതിയ മൂല്യങ്ങൾ, ഇതൊന്നും സമൂഹത്തിലെ എല്ലാവർക്കും ഒരേപോലെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഗില്ലറ്റിൻ ചെയ്യുന്ന ഒരു പിക്ചറാണ്, കണ്ടംപററി ന്യൂസ് പേപ്പറിലെ ഒരു ഇല്ലസ്ട്രേഷൻ. ഇദ്ദേഹത്തിന്റെ പേരും ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ജീൻ പോൾ മാറാത്ത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ എഴുത്തുകളാണ് കൂടുതൽ ജാക്കോബിയൻസിനെ പോപ്പുലറൈസ് ചെയ്തതും അദ്ദേഹത്തിന്റെ റാഡിക്കൽ ആയിട്ടുള്ള എന്താ പറയാ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിപ്പബ്ലിക്കനിസം ഒക്കെ. ഇദ്ദേഹം വളരെ ഫേമസ് ആയിരുന്നു ആ സമയത്ത്. ഇദ്ദേഹത്തിന്റെ എഴുത്തുകൾ വളരെ ഫേമസ് ആയിരുന്നു. ഇദ്ദേഹത്തിന് വയ്യാതെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ബാത്ത് ടബിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ എന്തോ ഒരു രോഗം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ബാത്ത് ടബിൽ കിടന്നിട്ടാണ് എഴുതിയിരുന്നത്. ആ സമയത്ത് ഒരു ജിറോണ്ടിസ്റ്റ് സിംപതൈസർ ആയിട്ടുള്ള ചാർലെ കോർഡെ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഇദ്ദേഹത്തിന് അസാസിനേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉള്ള വരച്ചൊരു പെയിന്റിംഗ് ആണിത്. ഓക്കെ, ഡാന്റൺ റോബസ്പിയറിനെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ കുറെ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന് കൂടിയും പേരൊന്ന് ഓർമ്മിച്ച് വെക്കണം. ജീൻ പോൾ മാറാത്ത് ഒരു എഴുത്തുകാരനായിരുന്നു. മീൻസ് ജാക്കോബിയൻ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ ശൈലിയിൽ എഴുതുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ, growing coalition against French. The convention drafted Frenchmen into the army to the defeat foreign coalition. These troops were led by General Carnot. The people supported military operation because they did not want the country back under the old regime. ഇതിലൊന്നും പഠിക്കേണ്ടതില്ല, ഞാൻ മുന്നേ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. റോബർട്ട് de Lisle wrote Marseillaise, became the French national anthem, inspired troops as they were led into the battle. ഇതും എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ വരുമെന്ന്. ജസ്റ്റ് ഞാൻ എഴുതിയതാണ്. ആർക്കെങ്കിലും കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് പഠിച്ചോളൂ. After 2 years, coalition was defeated. France had gained rather than lost territory. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രാൻസ് യുദ്ധത്തിന് പോയിട്ട് ഫ്രാൻസ് ആണ് ജയിച്ചത്. ഫ്രാൻസ് ജയിക്കാന്ന് മാത്രമല്ല, അവർക്ക് അതിൽ കൂടുതൽ, അവരുടെ മുന്നേ എത്ര ടെറിട്ടറി ഉണ്ടോ അതിനേക്കാൾ കൂടുതൽ കിട്ടുകയാണ് ചെയ്തത്. നാഷണൽ അവേക്കനിങ്ങിന്റെ കാര്യം, ഫ്രഞ്ച് ജനതയുടെ അവർക്ക് ആ ഒരു നിശ്ചയദാർഢ്യം, പഴയ ഒരു ഓൾഡ് റെജീമിലേക്ക് പോകാൻ യാതൊരു താല്പര്യമില്ല. അതെന്തുകൊണ്ടാണ് അവർക്ക് താല്പര്യമില്ലാത്തതെന്നും നമ്മൾ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Constitution of the year 3rd of the for the Republic. With the foreign invaders vanquished and reign of terror end, the convention was finally able to inaugurate new constitution. The Constitution of year 3rd of the Republic created directory. ഇതൊരു തേർഡ് ഫേസ് ആയിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് ഫേസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നാഷണൽ അസംബ്ലി ഉണ്ടാക്കി. രണ്ടാമത്തത് നാഷണൽ കൺവെൻഷൻ ഉണ്ടായി. നാഷണൽ കൺവെൻഷന്റെ സമയത്താണ് ഈ റീൻ ഓഫ് ടെറർ. ഇനി അവസാനം 1795 ഈ നാഷണൽ കൺവെൻഷനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ തുടങ്ങിയതെങ്കിലും പിന്നീട് നമുക്കറിയാം തെർമിഡോറിയൻ റിയാക്ഷൻ ഉണ്ടായി. അവസാനം ഈ ജിറോണ്ടിസ്റ്റുകളാണ് ഈ മൂന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഡയറക്റ്റ്
കേൾക്കുന്നുണ്ടോ? ഹലോ. എന്തോ സംഭവിച്ചിട്ടോ, ഇത് പെട്ടെന്ന് ലോഗ് ഓഫ് ആയിപ്പോയി എൻ്റെ വോയിസ് ഉള്ള ഡിവൈസ്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഡയറക്ടറി റൂൾ എന്തായാലും നോക്കാം. 1795 ഇത് 3ാമത്തെ തവണയാണ് ഇത് ചെയ്യുന്നത്. 5 directors appointed by legislature. Lower house 500 members proposed laws. Upper house 250 members voted on these laws. 2/3 of the legislation would initially be filled by members of the convention. അത് ആദ്യത്തെ സമയത്തുള്ളത്. പിന്നീട് അത് റൊട്ടേഷൻ ആയിരിക്കും. Qualification: Girondist middle class party has defeated the Jacobins, working and peasants class party. Girondist constitution stated that suffrage, right to the vote, as well as the right to hold office were limited to the property owners. See, ഇവിടെ വീണ്ടും അവർ തിരിച്ചത് കൊണ്ടുവരുന്നതാണ്. പ്രോപ്പർട്ടി ഓണേഴ്സിന് മാത്രം റൈറ്റ് ടു വോട്ടും റൈറ്റ് ടു ഹോൾഡ് ഓഫീസും. ഓക്കെ, ആദ്യം ഇത് തന്നെയായിരുന്നു, പക്ഷെ ഇതിൻ്റെ ഇടയിൽ യൂണിവേഴ്സൽ സഫറേജ് അവിടെ കൊടുക്കേണ്ടായി. പിന്നീട് ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നെ അത് വീണ്ടും തിരിച്ച് ജിറോണ്ടിസ്റ്റുകളുടെ താല്പര്യത്തിനുള്ള ഇതിലെടുക്കുന്നത്. ഇതുകൊണ്ടാണ് ഈ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് മിക്കവാറും പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൂർഷ്വ റവല്യൂഷൻ ആണ്. ഓക്കെ, അവരുടെ ആ ഒരു റൂൾ ഓഫ് ലോ, ട്രേഡിന് വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതായത് ബൂർഷ്വ ക്ലാസ്സിന് എന്താണ് ബെനിഫിഷ്യറി ആയിട്ട് വരുന്നത് അത് ആയിട്ട് മാത്രം ചെയ്യുന്നത്. അങ്ങനെയെല്ലാം നമുക്കറിയാം. ഒരുപാട് പ്രിൻസിപ്പിൾസ് ഒക്കെ ഇൻകൾക്കേറ്റ് ചെയ്യാനും പിന്നീട് ഈവൻ ഒരു എന്താ പറയുക മൊണാർക്കി ആയിട്ട് അല്ലെങ്കിൽ എംപററായിട്ട് നെപ്പോളിയൻ ബോണപ്പാർട്ട് വരുമ്പോൾ തന്നെയും പഴയ തരത്തിലുള്ള ഒരു ഓൾഡ് റെജീം അല്ല ഫോളോ ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ഇനി ഡയറക്ടറിയുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ദ ഡയറക്ടറി സഫേർഡ് ഫ്രം കറപ്ഷൻ ആൻഡ് പുവർ അഡ്മിനിസ്ട്രേഷൻ. ഒന്നാമത്തെ കാര്യം, ഇവൻ ജേക്കബിയസ്റ്റിനെ മാറ്റിയെങ്കിൽ കൂടി നിങ്ങൾക്ക് അങ്ങനെ ഒരു എന്താ പറയുക പൂർണ്ണമായിട്ട് തുടച്ചു നീക്കാനൊന്നും പറ്റില്ലല്ലോ. മീൻസ് ഒരു കൺവെൻഷനിലോ ഏതൊരു ബോഡിയിലാണോ അവിടുന്ന് മെജോറിറ്റി ആയിട്ട് മാറാൻ പറ്റുമായിരിക്കും. ജിറോണ്ടിസ്റ്റനായാലും ശരി, ജേക്കബിസ്റ്റനായാലും ശരി. ആ സമയത്ത് പ്രതിപക്ഷം ഇപ്പോഴും ഉണ്ടാവുമല്ലോ അവിടെ. ഓക്കെ, ഈ ആൾക്കാർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഒരുപാട് യുദ്ധം നയിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് മിലീഷ്യ ഗ്രൂപ്പുകളൊക്കെ ഉള്ള ഒരു ആൾക്കാരാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്, പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അവർ കൊല്ലാനും അതുപോലെ തന്നെ യുദ്ധം ചെയ്യാനും സ്റ്റേറ്റിനെതിരെ ആയുധങ്ങളെടുത്ത് യുദ്ധം ചെയ്യുന്ന പ്രോപ്പർ ആയിട്ടുള്ള മിലീഷ്യ ഗ്രൂപ്പുകളാണ്. ഓക്കെ, ഇതൊന്ന് മനസ്സിൽ വെക്കണം. എന്നാലും ഈ ഡയറക്ടറി റൂൾ എന്തുകൊണ്ട് ഇത്രയും മോശമായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. The people of France grew poorer and more frustrated with their government. Despite or perhaps because of these struggles, French developed a strong feeling of nationalism. They were proud of their country and devoted to it. National pride was fueled in military success. It would be military leader Napoleon Bonaparte coming to the power through coup, who would end the 10-year period known as French Revolution. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല ഡയറക്ടറി റൂളിൻ്റെ പ്രശ്നം. അതായത് കറപ്ഷനാണ്, പുവർ അഡ്മിനിസ്ട്രേഷൻ ആണ്. എന്നാൽ കൂടി ഒരു മിലിറ്ററി റൂളർക്ക് എങ്ങനെയാണ് ഇവരുടെ ഈ ഒരു രാജ്യത്തിൻ്റെ ഇത്രയും എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കെയോസ് തന്നെയാണ് പ്രശ്നം. ഇപ്പോൾ ജിറോണ്ടിസ്റ്റ് ഭരിക്കുകയാണെങ്കിൽ ജേക്കബിയനിസ്റ്റ് അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ റോയൽ ലോയലിസ്റ്റുകൾ, അതായത് രാജാവിനോട് രാജഭരണം വരണമെന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്രൂപ്പ്
ഇവർക്കെതിരെ യുദ്ധം ചെയ്യും. അങ്ങനെ ഈ 2, 3, 4 ഗ്രൂപ്പുകൾ, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് ഡോമിനൻസ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും കൂടി അവരോടുള്ള യുദ്ധമാണ്. ഓക്കെ. അപ്പൊ ഈ ഡയറക്ടറി റൂളിന് വലിയ കാര്യമായിട്ട് ഒരു ജനസമ്മതി ഇല്ല ആക്ച്വലി. ഓക്കെ. അവര് ആരെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ തീരുമാനം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് വിരുദ്ധമായിട്ടായിരിക്കും. ആ ഗ്രൂപ്പുകൾ സാധാരണ ഗ്രൂപ്പുകളല്ല, നമ്മൾ പറഞ്ഞ പോലത്തെ മിലീഷ്യ ഗ്രൂപ്പുകളാണ്. ഓക്കെ. അപ്പൊ ഇവര് വന്ന് നേരെ പാരീസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവരെ ഒഴിവാക്കാൻ ഒരു കൃത്യമല്ല ഒരു മിലിറ്ററി സ്റ്റേറ്റ് ആയേ പറ്റൂ. ഓക്കെ. അങ്ങനെയാണ് നാഷണൽ ഗാർഡിന് വളരെയധികം പ്രചാരം കിട്ടുന്നതും പല ഇത്തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങളും നെപ്പോളിയൻ ബോണപാർട്ട് കഴിവുകൊണ്ട് അടിച്ചമർത്തി ഈ ഡയറക്ടറിക്ക് ഭരിക്കാൻ പറ്റുന്നത്. ഓക്കെ. ഡയറക്ടറി ഭരിക്കുന്നു എന്നുള്ളൂ, പക്ഷെ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അത് നിലനിർത്തുന്നത് മിലിറ്ററിയാണ്. ഓക്കെ. അതിന്റെ ഭാഗമായിട്ട് പിന്നെ കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് അധികം പഠിക്കേണ്ട കാര്യമില്ല. അവസാനം നെപ്പോളിയൻ ബോണപാർട്ടിന്റെ കയ്യിൽ കംപ്ലീറ്റ് അധികാരങ്ങളും വന്ന് ചേരും. ഓക്കെ. കൂപ്പ് ഓഫ് 18 ബ്രൂമയർ, ഇതൊന്ന് പഠിച്ചു വെച്ചേക്കട്ടോ, ഇത് ചിലപ്പോൾ ചോദിക്കും. ഈ നെപ്പോളിയൻ ബോണപാർട്ടിന് അധികാരം കിട്ടിയത് ഈ കൂപ്പ് ഓഫ് 18 ബ്രൂമയർ വഴിയാണ്. ഓക്കെ. ഇദ്ദേഹം എന്നിട്ട് ഒരു കോൺസുലേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിലെ ഫസ്റ്റ് കോൺസുലായിട്ട് ഇദ്ദേഹം അധികാരമേറ്റു. ഓക്കെ. സെൻട്രലൈസ്ഡ് പവർ ആയിരുന്നു. എൻഡ് ഓഫ് ദ ഡയറക്ടറി ഭരണം അങ്ങനെ അവസാനിപ്പിച്ചു. ഓക്കെ. നെപ്പോളിയനിക് എറ ആൻഡ് ദ ലെഗസി ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ. 1789 സ്റ്റാർട്ട് ചെയ്ത് 1799 നെപ്പോളിയൻ ഭരണം കിട്ടുന്നതോടുകൂടി, നെപ്പോളിയൻ കൂപ്പ് നടത്തുന്നതോടുകൂടി ഫ്രഞ്ച് റവല്യൂഷൻ അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു 3 സ്റ്റേജസ് നമുക്ക് റെവല്യൂഷനിൽ കാണാം. ആദ്യത്തെ ലിബറൽ, രണ്ടാമത്തെ റാഡിക്കൽ ആയിട്ടുള്ളത്, മൂന്നാമത്തെ ഡയറക്ടറി ഭരണം. ഈ 3 സമയത്തും വളരെ വലിയൊരു കെയോസിലൂടെ കൂടിയാണ് ഫ്രഞ്ച് ജനത പോയത്. പക്ഷെ ഒരുപാട് എക്സ്പീരിമെന്റ്സ് ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമായിട്ട് ഫ്രാൻസിന് നടത്താൻ പറ്റി. എത്രത്തോളം എക്സ്ട്രീം ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണെന്നും ഞാൻ പറഞ്ഞല്ലോ അല്ലെ. അതായത് അവരുടെ നാട്ടില് നമ്മളിപ്പോ 60 സെക്കൻഡാണ് 1 മിനിറ്റ്. എന്തിനാണ് 60 സെക്കൻഡ്? അതിന്റെ ലോജിക്ക് എന്താണ്? അവര് എന്ത് ചെയ്തു? 100 സെക്കൻഡാണ് 1 മിനിറ്റ്. അപ്പൊ ഒന്ന് ആലോചിച്ച് പിന്നെ അവര് റിപ്പബ്ലിക്കിന്റെ നിയമങ്ങൾ എങ്ങനെ മാറ്റി, കലണ്ടർ എങ്ങനെ മാറ്റി, എത്രമാത്രം പരീക്ഷണങ്ങളാണ് ആ സമയത്ത് നടന്നെന്നുള്ളത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം, സാൻസ്കുലോട്ടീസ്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഈ അരിസ്റ്റോക്രസിയോടുള്ള അവരുടെ പുച്ഛം, വെറുപ്പ്, പുതിയൊരു വാല്യൂ എങ്ങനെയാണ് കൊണ്ടുവന്നത്. സാൻസ്കുലോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോയിൽ കാണുന്നില്ല അങ്ങനെ, മറ്റേ ഓക്കെ 1-2 പേര് ഇട്ടിട്ടുണ്ട്. ആ ബൂട്ട് പോലെയുള്ള സോക്സ് പോലെയുള്ള ഒരു സാധനം ഇങ്ങനെ ഇടല്ലോ, അത് ഒഴിവാക്കിയിട്ട് സാധാരണ വർക്കേഴ്സിന്റെ ഡ്രസ്സ്, അതിനാണ് സാൻസ്കുലോട്ടീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കൾച്ചർ. അതേപോലെ തന്നെ ഈ ഉദാഹരണം പറയുകയാണെങ്കിൽ 2 പേര് ഇപ്പൊ ഏതെങ്കിലും ഒരു കാരിയറിൽ സഞ്ചരിക്കുകയാണെങ്കിൽ, ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അപ്പൊ അവരുടെ കൈ പിടിച്ച് അവരുടെ കിസ് ചെയ്യുന്ന ഒരു കൾച്ചറൊക്കെ ഉണ്ട്. അപ്പൊ അവരൊരു സെൻസ് ഓഫ് കമ്പനി കൊടുക്കുകയാണ് ആ ലേഡിക്ക്. അതൊക്കെ ഒരു അരിസ്റ്റോക്രാറ്റിക് കൾച്ചറാണ്. ഓക്കെ. ഇതൊക്കെ ഒഴിവാക്കി ഉള്ള ഒരു പുതിയ തരത്തിലുള്ള ഒരു കൾച്ചർ കൊണ്ടുവരിക, കൾച്ചറൽ റവല്യൂഷന്റെ ഭാഗമായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു അമ്പലം, ടെമ്പിൾ ഓഫ് റീസൺ, ഇവരെ നോട്ടർഡാം കത്തീഡ്രലിന് പകരമായിട്ട് ഒരു വലിയൊരു മല ഇവരുണ്ടാക്കി. ആ മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ അപ്ഡേഷൻ ആണ്. അതിന് മുകളിൽ ഇതുപോലെ ഒരു യുക്തി ദേവത, ഇത്തരത്തിലുള്ള വളരെ രസകരമായിട്ടുള്ള എക്സ്പെരിമെന്റ്സ്. അതേപോലെ തന്നെ ഈ എന്താ പറയാ, വളരെ വയലന്റ് ആയിട്ടുള്ള ഇവരുടെ റെസ്പോൺസസ്, അതുപോലെ തന്നെ വളരെ ലോഫ്റ്റി ആയിട്ടുള്ള ഐഡിയാസസ്, ഇതിന്റെ ഒക്കെ ഒരു എക്സ്പെരിമെന്റ്സ് കൃത്യമായിട്ട് ഫ്രഞ്ച് റവല്യൂഷനിൽ നടന്നു. അതിനുശേഷം പിന്നീട് എല്ലാ സ്ഥലത്തും ഈ റവല്യൂഷൻ നടന്നതിന് ശേഷം ഇനി ലൂയി 17-ആമനോ, എനിക്ക് 17-ആമനെന്ന് അറിയില്ല, ലൂയി വിഭാഗത്തിലുള്ള ആൾക്കാർ തന്നെ വീണ്ടും ഫ്രാൻസിൽ ഭരിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് ഇതോടുകൂടിയിട്ട് രാജഭരണമൊക്കെ കഴിഞ്ഞു. ഇതിനുശേഷം വീണ്ടും ഭരിക്കുന്നുണ്ട് ലൂയി രാജാക്കന്മാരൊക്കെ ഈ ഫ്രാൻസിൽ.
പക്ഷെ അതിനൊന്നും ആ പഴയ അവരുടെ ആ പ്രതാപത്തോട് കൂടിയിട്ട് ഭരിക്കാനോ അല്ലെങ്കിൽ ആ പഴയ കാലത്തെ മൊണാർക്കിയൽ ഓർഡർ നിലനിർത്താനോ ഒന്നും കഴിഞ്ഞില്ല. അതിന് മാത്രമുള്ള വലിയൊരു ഡാമേജ് ആ പഴയ കാലത്തെ സിസ്റ്റത്തിന് ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടാക്കാൻ സാധിച്ചു. അത് മാത്രമല്ല ഇതിന് ശേഷം നെപ്പോളിയൻ പോയിട്ട് എല്ലാ യൂറോപ്പിലെ സകല സ്ഥലത്തും യുദ്ധം ചെയ്ത് ടെറിട്ടറി എക്സ്പാൻഷൻ തുടങ്ങുന്നുണ്ട്. ആ സ്ഥലത്ത് മുഴുവൻ ഈ വാല്യൂസ് ഫ്രഞ്ച് റവല്യൂഷന്റെ വാല്യൂസ് സ്പ്രെഡ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എംപറർ ആയി കഴിഞ്ഞാലും ഒരുപാട് റിഫോംസ് ആണ് ഇദ്ദേഹം നടത്തുന്നത്. ആ പഴയ കാലത്തെ ആ രാജവാഴ്ചയല്ല നെപ്പോളിയനിൽ നിന്ന് ഉണ്ടാവുന്നത്. അത് നെപ്പോളിയന് സാധിക്കില്ല അങ്ങനെ ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ റിഫോംസ് എല്ലാം അദ്ദേഹം നടത്തുന്നുണ്ട്. French Revolution, a complex and transformative period, had a profound impact on France and the world. It ushered a new era of political and social change, inspiring revolutions and reforms throughout Europe and beyond. So, ഇത് തന്നെയാണ് ഫ്രഞ്ച് റവല്യൂഷന്റെ ലെഗസി. ഇതോടുകൂടി നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ കഴിയാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് പറയാം. നമ്മൾ 3-4 പേരേ ഉള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് ജസ്റ്റ് ആരെങ്കിലും ഒക്കെ മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കുകയായിരിക്കും നല്ലത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടായിരിക്കും. കാരണം എല്ലാവരും പഠിക്കുന്നതല്ലേ, PSC പഠിക്കുന്നതല്ലേ. ഫ്രഞ്ച് റവല്യൂഷനൊക്കെ ഇതിന് മുമ്പും പഠിച്ചിട്ടുണ്ടായിരിക്കും. വേറെ എന്തെങ്കിലും പെർസ്പെക്റ്റീവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് പറയാം. അതായത് ഒരു 5-10 മിനിറ്റ് നമുക്കുണ്ട് ഇന്ന്. വളരെ നേരത്തെ കഴിഞ്ഞു നമ്മുടെ ക്ലാസ്. സാർ, ഇതിപ്പോ എങ്ങനെയാണ് ഇതിപ്പോ ഇമ്പോർട്ടന്റ് ഏരിയ മാത്രമായിട്ട് കവർ ചെയ്യുക? അത് എനിക്ക് ശരിക്കും അറിഞ്ഞു കേട്ടോ. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാലേ, ഈ ഫ്രഞ്ച് റവല്യൂഷൻ എന്തായിരുന്നു, അതുകൊണ്ടുള്ള ഇമ്പാക്ട് എന്താണ്, എന്തിനാണ് നമ്മൾ ആക്ച്വലി ഹിസ്റ്ററിയിൽ ഇതൊക്കെ പഠിക്കുന്നത്, മീൻസ് ആ ഒരു ഏരിയ കവർ ചെയ്യാനാണ് ഞാൻ നോക്കിയത്. അതിൽ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഞാൻ റെഡ് മാർക്ക് ഇട്ടിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ അത് അത്രയും സഫീഷ്യന്റ് അല്ല ആക്ച്വലി. ഇത് ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞില്ല. അതായത് എന്തിനാണ് ഈ വേൾഡ് ഹിസ്റ്ററി ആദ്യം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലായി, ഇത് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. എല്ലാ ഇവന്റ്സും ഓൾമോസ്റ്റ് ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ തന്നെ നമുക്ക് ഈ PYQല് ഒരുപാട് ആഡ് ചെയ്യാനുണ്ടായിരിക്കും. മനസ്സിലായോ? അതായത് കാരണം അപ്പൊ സാർ, ഞാൻ അങ്ങനെ LSCS എഴുതിയപ്പോഴേ കുറച്ചുകൂടി ഡെപ്ത് ആയിരുന്നു ഹിസ്റ്ററിയിൽ ചോദ്യം ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. ഓക്കെ, അങ്ങനത്തെ ഡെപ്തില് ആൻസർ എഴുതണമെങ്കിൽ നമ്മൾ നല്ല പുസ്തകങ്ങൾ വായിക്കുന്ന വേണം. അത്രയും അവരുദ്ദേശിക്കുന്നത് ഈ ഇത്രയും വലിയ വലിയ ബുക്കുകൾ വായിച്ച് ആ ഒരു നോളജ് ഉള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് LSGSന്റെ ക്വസ്റ്റ്യൻ ഒക്കെ. ഞാൻ വിചാരിക്കുന്നത് അത്തരത്തിലുള്ള ഡെപ്തിൽ എപ്പോഴും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. മനസ്സിലാവുണ്ടോ? മീൻസ് അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കാനെങ്ങനെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പെർസ്പെക്റ്റീവ് ഇല്ലാതെ എങ്ങനെയാണ് അത് വായിക്കുക? അത് വായിച്ചാലും അത് മനസ്സിലാവില്ല നമുക്ക് ഓരോ പോയിന്റുകൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അതുകൂടി വായിക്കാൻ സഹായകമാവുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളത്. പക്ഷെ LSGSന് വന്ന രീതിയിൽ വീണ്ടും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഈ സ്ലൈഡ് വെച്ചിട്ടൊന്നും അത് വായിച്ചിട്ട് അത് എഴുതാൻ പറ്റില്ല. അത് ഉറപ്പുള്ള കാര്യം. അങ്ങനെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. മീൻസ് പുസ്തകങ്ങളുണ്ടല്ലോ അത്ര ഇതിനെ കുറിച്ചൊക്കെയുള്ള നമ്മുടെ NCERT ആയാലും അല്ലെങ്കിൽ ഇഗ്നോന്റെ പുസ്തകങ്ങളായാലും ശരി, അങ്ങനത്തെ പുസ്തകങ്ങൾ നന്നായി വായിക്കണം. പിന്നെ ഇതല്ലാതെ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. മീൻസ് അത്തരത്തിൽ 1-2 പേപ്പറുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള വരുന്ന ജനറൽ ക്വസ്റ്റ്യൻസ് ഈവൻ ഡിഗ്രി ലെവലിൽ തന്നെ കവർ ചെയ്യാവുന്ന രീതിയിലാണ് ഇതുള്ളത്. അതെ സാർ, കാരണം ഇതുവരെ വന്ന PYQ മോഡൽ അല്ലായിരുന്നു ഇത്തവണ LSGS ചോദിച്ച ഹിസ്റ്ററിയിലെ PYQ. ഇതുവരെ ഇത്രയും ഡെപ്തിൽ ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാനുള്ള കാരണം ഞാൻ ഇതിനു മുമ്പ് PYQ ഒക്കെ എടുത്ത് നോക്കിയായിരുന്നു. പക്ഷെ അതിലൊന്നും ബേസിക്, അതിലും കുറച്ച് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിൽ മാത്രം അത്യാവശ്യം നന്നായിട്ട് എവിടുന്ന വന്നതെന്ന് പോലും അറിയില്ല.
അതാണ് ഞാൻ പറഞ്ഞത്. അത് അത്ര ലെവലിൽ നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ ഈ 4-5 ക്ലാസ് കൊണ്ടൊന്നും നമുക്ക് ഇതൊന്നും അതെ ഒഴിവാക്കാൻ പറ്റില്ല. അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം. എനിക്ക് തോന്നുന്നത് ഇനി വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷയായാലും ശരി, ഡിഗ്രി ഇത്രയും ഡെപ്ത് ആയിട്ട്, സോറി, ഹിസ്റ്ററി ഇത്രയും ഡെപ്ത് ആയിട്ട് ചോദിക്കണം നിർബന്ധമില്ല. ഒരു അതെ 20-25% ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. ബാക്കി 75%ഉം അവർ ജനറൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിച്ചു വിടാനാ സാധ്യത. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുകയായിരിക്കും നല്ലത്, അത്ര ഡീറ്റെയിൽ ആയിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് ഒരുപാട് വേറെ സബ്ജക്റ്റുകൾ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ LSGS അതെ അതെ വന്നതിൽ കുറെയൊക്കെ അങ്ങനത്തെ പഠിക്കുകയായിരിക്കും നല്ലത്. ഇത്രയും റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവാണ്. നമ്മൾ ഇത്രയും പഠിച്ചിട്ടും അതും ചോദ്യങ്ങളും ഒന്നില്ലെങ്കിൽ നമ്മുടെ സമയം മുഴുവൻ വേസ്റ്റ് ആയില്ലേ. അത് ശരിയാണ്. പക്ഷെ ആ ഒരു മാർക്ക് അത്ര ഇമ്പോർട്ടന്റുമാണ്. അതെ അതെ. ഓക്കെ, വേറെന്താ? ഓക്കെ സാർ. ഇല്ല എനിക്ക് അത്രേ ഉള്ളൂ. ഓക്കെ, എന്നാൽ നമുക്ക് ഇപ്പോ അവസാനിപ്പിക്കാം. നാളെ സോറി, ബുധനാഴ്ച നമുക്ക് ഇത് തുടങ്ങാം, റഷ്യൻ റവല്യൂഷൻ.